ഹലോ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും തന്നെ പൊതുവെ പറയുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പൊതുവെ വരുന്ന എൻക്വയറിയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അഡ്രസ്സ് മാറ്റിയത് കൊണ്ട് PSC റിജക്റ്റ് ആകുമെന്നുള്ള സംശയങ്ങൾ പൊതുവെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എൻക്വയറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതോടെ ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവും, രണ്ടാമത് ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സമയം എടുക്കത്തില്ല, വളരെ പെട്ടെന്ന് എന്ത് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് തന്നെ പറയുന്നത് പൊതുവെ ഈ പറയുന്ന രീതിയിൽ PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമൊക്കെ എന്ത് ചെയ്യും, ചെറിയ പ്രായത്തിലായിരിക്കും OTR ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ, OTR ചെയ്യുന്നത്. OTR ചെയ്യുന്ന സമയങ്ങളിൽ എന്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വീടുകളൊക്കെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, വല്ല കഫേയിലൊക്കെ പോയിട്ടായിരിക്കും അന്ന് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് അഡ്രസ്സ് എന്ത് ചെയ്യും പൊതുവെ കൊടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു PSCക്ക് OTR ചെയ്യുന്ന സമയങ്ങളിൽ അല്ലേ. അപ്പോൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന രണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒന്ന് പെർമനന്റ് അഡ്രസ്സും രണ്ടാമത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമാണ് അല്ലേ. പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും. പൊതുവെ ഈ പെർമനന്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഈ പറഞ്ഞ SSLC ബുക്കിൽ എന്തായിരിക്കും അഡ്രസ്സ് ആയിരിക്കും. SSLC ബുക്കിൽ അഡ്രസ്സ് ആയിരിക്കും പൊതുവെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ SSLC ബുക്കിലെ എന്തായിരിക്കും അഡ്രസ്സ് തന്നെ ആയിരിക്കും പൊതുവെ എന്ത് ചെയ്യുന്നത് ആളുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ചോദ്യം എങ്ങനെ വരുന്നു, അതായത് ഈ പറയുന്ന എന്താണ് അഡ്രസ്സ് മാറിയത് കൊണ്ട് PSC റിജക്റ്റ് ആകുമെന്നുള്ള ചോദ്യം എങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരേപോലെ ആയിരിക്കണമെന്നുള്ളതല്ല. ഈ പറയുന്ന താമസിക്കുന്ന വീടുകളിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം കഴിഞ്ഞ് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് വെളിക്കോട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലെ. ജോലിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും വെളിക്ക് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും നിൽക്കേണ്ടതായിട്ട് വരും. മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എന്ത് ചെയ്യും ഈ മാറിയ സമയങ്ങൾ നമ്മൾ ആ ഒരു അഡ്രസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നമ്മൾ പരീക്ഷകൾ എഴുതുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ത് ചെയ്യുന്നില്ല പടം എന്ത് ചെയ്യും മാറും. അല്ലെങ്കിൽ നമ്മൾ SSLC ബുക്കിൽ കൊടുത്തതായിരിക്കത്തില്ല എന്ത് ചെയ്യും നമ്മൾ പോയി എഴുതുന്നത് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് മാത്രമാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ പറയുന്ന ഈ മാറിയെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല റിജക്റ്റ് ചെയ്തില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പരീക്ഷകളൊക്കെ എന്ത് ചെയ്യുന്നത് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന അപേക്ഷകളൊക്കെ ആയ സമയം നിങ്ങൾക്ക് ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. ഓക്കെ, റിജക്റ്റ് ആവത്തില്ല. ഇനി നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ള തെളിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ജോലിയെ കിട്ടിയതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം ഈ പറയുന്ന PSC ചോദിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അവിടെ എന്ത് ചെയ്യാൻ സമർപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ തൊട്ട് മുമ്പ് അവിടെ ആയിരുന്നു, ഇപ്പോൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്താണ് എന്ന് എന്ത് ചെയ്യാൻ കാണിക്കുന്ന രേഖകൾ. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് മാറുകയൊക്കെ ആണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മുടെ ബേസിക് ആയിട്ട് കുറച്ച് സാധനങ്ങളുടെ പേര് മാറ്റുമല്ലോ. ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പാൻ കാർഡിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവെ അല്ലെങ്കിൽ ആധാറിൻ്റെ ഒക്കെ അഡ്രസ്സ് നമ്മൾ പൊതുവെ മാറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് പൊതുവെ അതൊക്കെ കൊണ്ട് കാണിച്ചാൽ മതി. അതായത് SSLC ബുക്ക് തന്നെ എന്ത് ചെയ്യുന്ന എല്ലാത്തിനും അടിസ്ഥാനമാണെന്നുള്ളതല്ല. ഈ പറയുന്ന PSC പൊതുവെ ഇപ്പോൾ 17 ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാതെ ജോലി കിട്ടുന്ന സമയങ്ങളിൽ അവിടെ കൊണ്ടേ കാണിച്ചാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഈ പറഞ്ഞ റിജക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഈ രണ്ടാമതുള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് PSCയിൽ എന്ത് ചെയ്യും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് എന്ത് ചെയ്യും രണ്ടാമതായിട്ട് വരുന്ന സംശയം എന്ന് പറയുന്നത്. അതിന് ഉത്തരം എന്ന് പറയുന്നത് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതെങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ PSCയിലേക്ക് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറുക. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന യൂസർ ഐഡിയും പാസ്വേഡ് എന്ത് ചെയ്യുക കൊടുത്തിട്ട് ക്യാപ്ഷൻ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലോഗിൻ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, വെരിഫൈ OTP കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ എങ്ങോട്ടേക്ക് ചെല്ലും, നമ്മുടെ പ്രൊഫൈലിലേക്ക് ചെല്ലും. ഓക്കെ, ഓർത്തിരിക്കുക, ഞാൻ അത് കൊടുത്തിട്ടില്ല, പ്രൊഫൈലിലേക്കാണ് എന്ത് ചെയ്യുന്നത് ചെല്ലുന്നത്. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഈ പറയുന്ന ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ആദ്യത്തെ ഒരു കോളാൻ വേണ്ടി പറ്റും. ആ ഒരു കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കണ്ടോ. ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് എന്ത് ചെയ്യും ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിനകത്ത് പൊതുവെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നതിനകത്ത് നൽകിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ അത് ബ്ലറാക്കി ഇട്ടേക്കാണ്. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത് പൊതുവെ വരുന്നതെന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും എഡിറ്റ് നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലായിട്ടൊരു പച്ച കണ്ടോ, ഒരു പച്ച പെൻസിൽ, ആ പച്ച പെൻസിലിൽ ഒന്ന് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ പച്ച പെൻസിലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങളുടെ ഈ പറയുന്ന അഡ്രസ്സുകളൊക്കെ ഓക്കെ ഇവിടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാറ്റിയതിന് ശേഷം ഓക്കെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ഷയും കൂടി കൊണ്ടിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ അത് സേവ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും എന്നുള്ളതാണ്. പൊതുവെ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ റിജക്റ്റ് ആവുകയില്ല. പിന്നെ ഈ പറഞ്ഞ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹാജരാകേണ്ട സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ എന്ത് ചെയ്യും അവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്താൽ മതി. ഹാജരാക്കുന്ന തെളിവുകളൊക്കെ എന്ത് ചെയ്യുക, അപ്പം ഹാജരാക്കിയാലും മതി. അല്ലാതെ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, റിജക്റ്റ് ആവുകയില്ല. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആ കാര്യമാണ് എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോഴേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ വരികയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാൻ ഒരുപാട് ഈ പറയുന്ന എൻക്വയറീസ് ഒക്കെ പൊതുവെ നമുക്ക് എന്ത് ചെയ്യുന്നു വരുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം 60 നാളുകളും പറയുന്നത് ഇപ്പോൾ 60 കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊക്കെ തയ്യാറെടുക്കുന്നത് വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മളൊരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ, അതേപോലെ മോക്ക് ടെക്സ്റ്റുകൾ, PVQ പ്രാക്ടീസ് സെക്ഷൻസ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഭാഗം എന്താണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളധികം സഹായിക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോട് ബന്ധപ്പെട്ട ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മളിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാം, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉടനെ തന്നെ എൻറോൾ ചെയ്തോ, ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, പഠിച്ചു തുടങ്ങാമെന്നല്ല, പഠിച്ച് മുന്നേറാം. ഓക്കെ, പഠിച്ച് തുടങ്ങുന്നതിനൊക്കെ വളരെ സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, നോക്കി എന്ത് ചെയ്യുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല പ്രിപ്പയർ ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും കാണാം. ബൈ.